ADGP MR അജിത് കുമാറിനെ UDF സർക്കാരും കൈവിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ആഭ്യന്തര സെക്രട്ടറിക്ക് DGP ഇദ്ദേഹത്തിന് എതിരെയുള്ള അന്വേഷണം, അതായത് രക്ഷാപ്രവർത്തനം എന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച, ഗൺമാന്മാർ തല്ലിച്ചതച്ച കേസ് അട്ടിമറിക്കാനും അത് കേസ് ഡയറി അടക്കം അട്ടിമറിക്കാനും ശ്രമിച്ചു എന്ന ആരോപണമാണ് MR അജിത് കുമാറിനെതിരെ ഉയർന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും എന്നുള്ള വിവരമാണ് അല്പസമയം മുൻപ് പുറത്തുവന്നത്. മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഈ വിഷയം സംസാരിച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സസ്പെൻഷൻ എന്നത് കേവലം ഒരു ശിക്ഷാ നടപടി മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ DGP ആയുള്ള പ്രൊമോഷനെ ഇത് ബാധിക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സസ്പെൻഷന് ശേഷം പ്രൊമോഷനോടുകൂടി ഇദ്ദേഹത്തെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി തിരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇത് എന്ന തരത്തിലുള്ള ചില വാർത്തകളും അഭിപ്രായങ്ങളും ഒക്കെ ഈ ഒരു വിഷയത്തോട് അനുബന്ധിച്ച് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. കാരണം പെട്ടെന്ന് ഒരു IPS ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനോ അല്ലെങ്കിൽ നിയമപരമായി നീക്കം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതിന് കോടതിയുടെയും മറ്റ് അനുമതി വേണം, അതുപോലെ തന്നെ ട്രൈബ്യൂണലിന്റെ അനുമതി വേണം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ താൽക്കാലികമായ ഒരു നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങി. ആഭ്യന്തരമന്ത്രിയാണ് സസ്പെൻഷൻ ശുപാർശ ചെയ്തത്. ശുപാർശ മുഖ്യമന്ത്രിയും അംഗീകരിച്ചതോടെയാണ് നടപടിയുണ്ടായത്. അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പുറത്തു വന്നത്. ഈ മാസം 31-ന് അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് എത്തിയതും നടപടിയെടുക്കുന്നതും. അദ്ദേഹത്തിന്റെ ഈ സസ്പെൻഷൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രൊമോഷനെ അല്ലെങ്കിൽ DGP ആയി അദ്ദേഹത്തിന് ക്രമമായി കിട്ടാനുള്ള ആ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അതിനുള്ള അവകാശത്തെ ഇല്ലാതാക്കും. ഇത്തരത്തിൽ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊമോഷൻ തടഞ്ഞു വെക്കാനും പ്രൊമോഷൻ മരവിപ്പിക്കാനുമുള്ള അധികാരം സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ട്. അത് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ DGP ആയി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നടപടി വൈകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക കാരണം പറഞ്ഞത് വൈകുകയോ അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് UDF സർക്കാരിന് വലിയ കളങ്കമാകും എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഇടപെട്ട് ഒരു നടപടി എടുത്തത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കേൾക്കണം. ഇദ്ദേഹം ആ സമയത്ത് വയനാട്ടിലായിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന്, ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് നേരിട്ട് അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട്, അതായത് നേരത്തെ ഒന്ന് നൽകിയതാണ്, അതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയത്. പ്രഥമദൃഷ്ട്യാ ഇദ്ദേഹത്തിന് എതിരെ ഈ കേസ് നിലനിൽക്കും, അല്ലെങ്കിൽ പ്രഥമദൃഷ്ട്യാ ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന സൂചന നൽകുന്ന ഒരവസ്ഥയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ബാക്കി നടപടിക്രമങ്ങൾ അതിന് പിന്നാലെ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വാർത്തകളും അതുപോലെയുള്ള റിപ്പോർട്ടുകളും വിശദീകരണങ്ങളും ഒക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാം.